നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ആ ചിന്തയെ മൊത്തത്തിലൊന്ന് മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ചെറിയ കഥയുണ്ട്. നമുക്കതിലേക്കൊന്ന് പോയാലോ? ഏതൊരു ഭാവിയുടെയും തുടക്കം ഒരു ചോദ്യത്തിൽ നിന്നാണ്. ചിലപ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ചോദ്യം മതി നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കാൻ. ഓർമ്മയുണ്ടോ ഈ ചോദ്യം? ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ട ഒന്നാണിത്. മോൾക്ക് വലുതാകുമ്പോൾ ആരാവണം? മോന് ആരാകാനാണ് ആഗ്രഹം? എന്തൊക്കെ ഉത്തരങ്ങളാകും നമ്മൾ അന്ന് കൊടുത്തത്, അല്ലേ? അപ്പോ നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു സ്കൂളിലാണ്. ഒരു ക്ലാസ് റൂം. 7 വയസ്സുള്ള കുറേ കുട്ടികൾ. അവരുടെ ടീച്ചർ ഇതേ ചോദ്യം അവരോട് ചോദിക്കുകയാണ്. അപ്പോ കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലായി. ഒരാൾ പറയുന്നു, എനിക്ക് ഡോക്ടറാവണം. മറ്റൊരാൾ, എനിക്കൊരു എഞ്ചിനീയർ ആകണം. പിന്നെ ചിലർക്ക് നടനാവണം, വക്കീലാവണം. അങ്ങനെ നമ്മളെല്ലാം കേട്ട് പരിചയിച്ച സമൂഹം പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ ബഹളത്തിനിടയിലും ഒരു കുട്ടി മാത്രം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു തീർത്തിട്ടും അവൾ മാത്രം നിശബ്ദയായിരുന്നു. ടീച്ചർ അവളെ ശ്രദ്ധിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് ആരാകാനാണ് ആഗ്രഹം? കുറച്ചുനേരത്തെ നിർബന്ധത്തിനു ശേഷം അവൾ അവസാനം മെല്ലെ സംസാരിച്ചു തുടങ്ങി. അവൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: വലുതാകുമ്പോൾ എനിക്ക് സന്തോഷവതിയായിരിക്കണം. വളരെ ലളിതമായൊരു മറുപടി. പക്ഷേ ആ ക്ലാസ് കേട്ട മറ്റെല്ലാ ഉത്തരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്ന്. ഇവിടെയാണ് ശരിക്കും കഥ മാറുന്നത്. ടീച്ചർ ചോദിച്ച ആ ഒരൊറ്റ ചോദ്യം രണ്ടുപേർക്കും രണ്ടു രീതിയിലാണ് മനസ്സിലായത്. ടീച്ചറും ആ കുട്ടിയും തമ്മിൽ ആ ചോദ്യത്തിന്റെ അർത്ഥത്തെപ്പറ്റി ഒരു വലിയ അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടായി. കുട്ടിയുടെ മറുപടി കേട്ടതും ടീച്ചർക്കെന്തോ ഒരു പന്തികേട് തോന്നി. കാരണം അവർ പ്രതീക്ഷിച്ചത് ഒരു ജോലിയുടെ പേരായിരുന്നു. അതുകൊണ്ടവർ പറഞ്ഞു, മോളെ, എനിക്ക് തോന്നുന്നു നിനക്ക് ചോദ്യം ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ വ്യത്യാസം നോക്കൂ. ടീച്ചറുടെ കാഴ്ചപ്പാടിൽ ആ ചോദ്യം ഒരു തൊഴിലിനെക്കുറിച്ചായിരുന്നു. അതായത് വലുതാകുമ്പോൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യും എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ ആ കുട്ടിയുടെ കാഴ്ചപ്പാടിലോ, അവൾ അതൊരു ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചോദ്യമായിട്ടാണ് എടുത്തത്. അതായത് വലുതാകുമ്പോൾ നിങ്ങൾ എന്തായിത്തീരും. അപ്പോഴാണ് ആ 7 വയസ്സുകാരിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി വരുന്നത്. അവൾ തിരിച്ചു ടീച്ചറോട് പറഞ്ഞു, മാഡം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ജീവിതമാണ് ശരിക്കും മനസ്സിലാവാത്തതെന്ന്. എന്നിട്ട് അവൾ അത് വിശദീകരിച്ചു. കാരണം ജീവിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്കറിയാം, വലുതാകുമ്പോൾ ആത്യന്തികമായി എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാനാണ് ആഗ്രഹമെന്ന്. ആലോചിച്ചു നോക്കിയാൽ ആ ചെറിയ കുട്ടി പറഞ്ഞതിൽ ഒരു വലിയ സത്യമില്ലേ? ശരിക്കും എന്താണ് നമ്മുടെയൊക്കെ അന്തിമമായ ലക്ഷ്യം? വിജയമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരുപക്ഷേ വിജയത്തെ നമുക്ക് ഇങ്ങനെ കാണാം: അത് നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഒരു വഴി മാത്രമാണ്. നമ്മളൊരു ഡോക്ടറാകുന്നതോ എഞ്ചിനീയറാകുന്നതോ അല്ലെങ്കിൽ മറ്റേത് ജോലി ചെയ്യുന്നതോ ആകട്ടെ, അതെല്ലാം ആത്യന്തികമായി സന്തോഷമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പല വഴികൾ മാത്രം. അപ്പോ ഈ കഥ ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. നിങ്ങൾക്കും എനിക്കും സ്വയം ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം: നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ഓടുന്നതുമൊക്കെ വെറുമൊരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? അതോ യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.